മുഹമ്മദ് അനീഫ് കുമ്പള ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡായ ബദരിയ നഗറിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. പ്രചരണത്തിൻ്റെ അവസാന ദിവസം, തിരക്കിട്ട ദിവസമാണ്. അനീഫ്, ബദരിയ നഗർ വാർഡിൽ നിന്നും വിജയപ്രതീക്ഷയുണ്ടോ? എങ്ങനെയുണ്ട് പ്രചരണം, കാര്യങ്ങളൊക്കെ? നല്ല ഉഷാറിൽ നടക്കുന്നുണ്ടോ? വിജയപ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും ഒരു വട്ടം കൂടി എല്ലാ വീട്ടിലേക്ക് ഓടിയെത്തണം. ഞാൻ പാർട്ടിക്കാർക്ക് മുമ്പ് ഞാൻ കൂടുതൽ പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഫുള്ളാക്കി ഫീൽഡ് വർക്ക്. അപ്പോ താങ്കൾ തിരഞ്ഞെടുപ്പെടുകയാണെങ്കിൽ ബദരിയ നഗറിലെ വാർഡിലെ പ്രധാനപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്? ഒരു റോഡ് പോലും ഇല്ല ബദരിയ നഗറിൽ. പെറുവാടിൽ നിന്ന് ബദരിയ നഗർ പോകുന്ന റോഡിനെ പറ്റി പറയുമ്പോഴേക്ക് അത് നടുപ്പുളം വാർഡിൻ്റെതും ഇതിൻ്റെ മിഡിലായതുകൊണ്ട് രണ്ട് പ്രതിനിധികൾ കൈവഴിയുന്നു. അപ്പോൾ റോഡ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരുപാട് റോഡ് ഗ്രാമീണ റോഡുകളൊക്കെ പൊട്ടിപ്പൊട്ടി കിടക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ്. അതുപോലെ ഈ അടുത്ത് ബദരിയ നഗറിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്കണവാടിന്റെ ആ ഭാഗത്ത് കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ? ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ കുടിവെള്ളം? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം എല്ലാ മുറ്റത്തും ടാപ്പ് ഇട്ടിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി വേഗത്തിലാക്കിയെങ്കിൽ തന്നെ കുടിവെള്ള പ്രശ്നം മാറുകയാണ്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ഞങ്ങളെല്ലാം കുടിക്കുന്ന അതേ ടാപ്പ് എന്നല്ലോ ശാശ്വത കാണും. അത് കാണും, എല്ലാ പ്രശ്നങ്ങൾക്കും കാണും. കൃഷിക്കാരെ പറ്റി ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഞാൻ അതിനെ പറ്റി പഠിച്ചിട്ടില്ല. പക്ഷെ പഠിക്കാത്തൊരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. പഠിച്ചിട്ടില്ല. കുറവ്. അത് മുമ്പ് ഉണ്ടായിരുന്നു വാർഡ്, അപ്പുറത്ത്. അതിപ്പോ മാറി. അങ്ങനെ അതിൽ പഞ്ചായത്ത് ഫണ്ട് ഉണ്ടെങ്കിൽ അത് മാക്സിമം ലാഭസാവാത്ത രീതിയിൽ അത് വിനിയോഗിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം. അതിനല്ലേ എന്നെ നാട്ടുകാർ നിർത്തിയിട്ടുള്ളത്. ഏത് ഫണ്ടും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഏത് ഫണ്ടും എടുത്തിട്ട് മാക്സിമം ആ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് എത്തിക്കാനുള്ള ഒരു ഫണ്ടും ലാഭസാവാൻ പാടില്ല. അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസപരമായിട്ട് അവിടെ നേരത്തെ ഒരു ചെറിയൊരു ഏകാധ്യാപക വിദ്യാലയം മറ്റേ ഉണ്ടായിരുന്നു, നിർത്തിയിരുന്നു. അപ്പൊ അവിടെയുള്ള കുട്ടികൾ കുറച്ച് ദൂരത്തേക്കല്ലേ പോകുന്നത്. അപ്പൊ വീണ്ടും ഒരു ഏകാധ്യാപക സ്കൂള് വാർഡിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ അതിലും ശ്രമിക്കും. അതെല്ലാം വലിയ ഒരു കാര്യം. രാഷ്ട്രീയ പാർട്ടികളും ഞാൻ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ ശ്രമിക്കുമല്ലോ. തീർച്ചയായും ഞാൻ അതിന് വേണ്ടി ശ്രമിക്കും. അതുപോലെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ബദരിയ നഗറിൽ കൊണ്ടുവരാനുള്ള ശ്രമം കൂടി ആരോഗ്യ രംഗത്ത് നടത്താം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ ഇതുണ്ട്, അങ്കണവാടി ഉണ്ടായിരുന്നു. അങ്കണവാടിനെ എന്റെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥലം. അതിന് ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അടുത്ത സാമൂഹ്യ പ്രവർത്തകരെ, സന്നദ്ധ സംഘടനകളുടെ എല്ലാ സഹായത്തോടെ അതിന് AC വെച്ച് കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. അങ്കണവാടി ജയിക്കണോ ജയിക്കുന്നതല്ല, അങ്കണവാടി ആക്കും. പിന്നെ ഈ സീനിയർ സിറ്റിസൺസിന്, വയസ്സന്മാർക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ പല പഞ്ചായത്തും നൽകുന്നുണ്ട്. കുമ്പള പഞ്ചായത്തിൽ കാണുന്നില്ല. താങ്കൾ ജയിക്കുകയാണെങ്കിൽ അങ്ങനെ ഈ മുതിർന്ന പൗരന്മാർക്കുള്ള കുറെ ആനുകൂല്യങ്ങളും മറ്റൊക്കെ നേടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകും. എന്റെ അഭ്യർത്ഥന നോട്ടീസ് ഉണ്ട്. അത് കുമ്പള പഞ്ചായത്തിലെ ഒരു പ്രത്യേകതയുള്ള നോട്ടീസ്. അതിന് ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. റോഡ് ഉണ്ടാക്കും, സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെ ആശുപത്രി, കുറഞ്ഞ ചെലവുള്ള ആശുപത്രി സേവനത്തിനുള്ള കാർഡുകൾ, സഹായങ്ങൾ, കുറഞ്ഞ പൈസക്കുള്ള മരുന്ന് കിട്ടുന്ന സ്ഥലം, പിന്നെ സ്വയം തൊഴിൽ നേടാനുള്ള പദ്ധതികളുണ്ട്, സ്ത്രീകൾക്കുള്ള തൊഴിലിന്റെ പദ്ധതികളുണ്ട്. എല്ലാത്തിനും എന്റെ സഹായം ആ കാര്യത്തിലുണ്ടാവും. ഞാൻ എന്റെ അഭ്യർത്ഥന പത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് നമ്മൾ ഏതൊരു ആള് ഓട്ടണമെന്നൊക്കെ പറഞ്ഞ റോഡ് നന്നാക്കും, സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കുന്നു. 2-3 മാസക്കാലം സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടാവും. പിന്നെ അതില്ല. ആത്മാർത്ഥത വേണം എല്ലാത്തിനും. അപ്പൊ ഏതായാലും ഈ തിരക്കിനിടയിൽ ഇത്രയും സമയം കണ്ടെത്തിയതിനും ഞങ്ങളുമായിട്ട് സംബന്ധിച്ചതിനും എല്ലാവിധ ഭാവുകളും തരുന്നു, എല്ലാവിധ വിജയ ആശംസകളും തരുന്നു. താങ്ക് യു. ഓക്കെ.